ഇടപെടൽ എങ്ങനെയാണ്? ഗസ ഏകോപന കേന്ദ്രത്തിന്റെ ചുമതല US അംബാസിഡർ സ്റ്റീവൻ ഫാജിന് നൽകാനൊക്കെ തീരുമാനിച്ചിരിക്കുകയാണല്ലോ. അതുപോലെ തന്നെ ഇസ്രായേലിന് മുന്നറിയിപ്പുമായി വീണ്ടും എത്തുകയാണോ ട്രംപ്? ഇത് നേരത്തെ തന്നെ ദിവ്യ വ്യക്തമാക്കിയിരുന്നു, ഇസ്രായേലും അതോടൊപ്പം തന്നെ അമേരിക്കയും. കാരണം ഈ ഒരു സംഘം, ഒരു ഏകോപന കേന്ദ്രം, അത് ഇസ്രായേലിൽ മാത്രമായിരിക്കും രൂപവൽക്കരിക്കുന്നത്. ഗസയിലേക്ക് അമേരിക്കൻ സൈന്യത്തിന്റെ ഒരു സാന്നിധ്യം പോലും ഉണ്ടാവുകയില്ല എന്ന് നേരത്തെ തന്നെ അമേരിക്കൻ നേതൃത്വം വ്യക്തമാക്കിയിട്ടുണ്ട്. പക്ഷേ ഗസയോട് ചേർന്നുള്ള ഇസ്രായേൽ പ്രദേശങ്ങളിൽ നിലയുറപ്പിച്ചുകൊണ്ടായിരിക്കും 200ഓളം അമേരിക്കൻ സൈനികരും അതോടൊപ്പം തന്നെ ഇസ്രായേൽ സുരക്ഷാ സംവിധാനങ്ങളും ചേർന്നുകൊണ്ടായിരിക്കും ഈ ഒരു ഏകോപന കേന്ദ്രത്തിന് രൂപം നൽകാനുള്ള തീരുമാനം. അതിന്റെ പൂർണ്ണമായിട്ടുള്ള മേൽനോട്ടത്തിനാണ് ഇപ്പോൾ സ്റ്റീവൻ ഫാജിനെ, യമനിലെ അമേരിക്കൻ അംബാസഡർ കൂടിയാണ്, അദ്ദേഹത്തെ നിയോഗിച്ചിരിക്കുന്നത്. അതുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ US സെൻട്രൽ കമാൻഡിനോടും അമേരിക്കൻ നേതൃത്വം നിർദ്ദേശിച്ചിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ട ഏതൊക്കെ രൂപത്തിലായിരിക്കണം ഈ ഭക്ഷ്യവിതരണം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ ഇസ്രായേലിന്റെ ആ ഒരു പരിധിക്കുള്ളിൽ നിന്നുകൊണ്ടുള്ള പ്രവർത്തനം എന്നത് സംബന്ധിച്ച് ചർച്ചകളും നടക്കും. എന്തായാലും തങ്ങളുടെ ഒരു ഇസ്രായേൽ എന്ന ഒരു രാജ്യത്തിന്റെ ആ ഒരു ഭൂപരിധിയിൽ നിന്നുകൊണ്ട് മാത്രമായിരിക്കും ഇതിന്റെ പ്രവർത്തനമെന്ന് അമേരിക്ക വ്യക്തമാക്കിയിട്ടുണ്ട്. കാരണം വിദേശ ഒരു സൈനിക സാന്നിധ്യം പോലും തങ്ങളുടെ മണ്ണിൽ അനുവദിക്കുകയില്ല എന്ന് ഹമാസ് നേരത്തെ തന്നെ പ്രഖ്യാപിത നിലപാട് കൈക്കൊണ്ടതാണ്. അതോടൊപ്പം തന്നെയാണ് ഹമാസിന്റെ നിരായുധീകരണം ഉൾപ്പെടെയുള്ള കാര്യങ്ങളും ഈ കഴിഞ്ഞ ദിവസങ്ങളിലും ചർച്ചയായിരുന്നു. അതിലും ഹമാസ് ഒരു പൊടുന്നനെ ഒരു തീരുമാനം എടുക്കാൻ അമേരിക്കയ്ക്കും പ്രായോഗികമായിട്ടുള്ള ബുദ്ധിമുട്ടുകളുണ്ട്. അതുകൊണ്ട് ഘട്ടം ഘട്ടമായിട്ട് മാത്രം ഒരു നിരായുധീകരണ പ്രക്രിയയിലേക്ക് കടക്കാൻ സാധിക്കൂ എന്ന വിവരം അമേരിക്ക ഇസ്രായേൽ നേതൃത്വത്തെയും അറിയിച്ചിട്ടുണ്ട്. കാരണം തിരക്ക് പിടിച്ച് ഹമാസിന്റെ നിരായുധീകരണം എന്നത് എളുപ്പമല്ല, അത് പ്രായോഗികമല്ല എന്ന ഒരു നിർദ്ദേശമാണ് US സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ കഴിഞ്ഞ ദിവസം ഇസ്രായേൽ നേതൃത്വത്തെ അറിയിച്ചിരിക്കുന്നത്. പക്ഷേ നെതന്യാഹുവും അതോടൊപ്പം തന്നെ തീവ്ര വലതുപക്ഷ മന്ത്രിമാരും ആഗ്രഹിക്കുന്നത് ഏറ്റവും എളുപ്പത്തിൽ വളരെ കുറഞ്ഞ സമയത്തിനുള്ളിൽ തന്നെ നിരായുധീകരണം നടക്കണമെന്നാണ്. പക്ഷേ ഇത് പ്രായോഗികമല്ല എന്ന വിവരം അമേരിക്ക ഇസ്രായേലിനെ ധരിപ്പിച്ചതായിട്ടുള്ള റിപ്പോർട്ടുകൾ കൂടിയാണ്. അതിർത്തി ഉടൻ തുറക്കണമെന്ന് ആവശ്യപ്പെടുന്നുണ്ടല്ലോ UN ഒക്കെ. അപ്പോൾ അത് ഉടൻ ഉണ്ടാകാൻ സാധ്യതയുണ്ടോ? എന്തായിരിക്കും ഇസ്രായേലിന്റെ ഒക്കെ ഒരു നിലപാട്? ദിവ്യ, ഇതൊക്കെ നേരത്തെ കരാറിന്റെ ഭാഗമായി തന്നെ കൃത്യമായിട്ട് പറഞ്ഞതാണ്. റഫാ അതിർത്തി തുറക്കും, ദിനംപ്രതി 600 ട്രക്കുകളെങ്കിലും ഗസയിലേക്ക് അനുവദിക്കുമെന്ന്. പക്ഷേ ഈ ഒരു 2 ആഴ്ച പിന്നിടുകയാണ് ഇപ്പോൾ ഈ വെടിനിർത്തൽ കരാർ പ്രാബല്യത്തിൽ വന്നിട്ട്. ഏതാണ്ട് 80-ലധികം വെടിനിർത്തൽ കരാർ ലംഘനങ്ങളാണ് ഇസ്രായേൽ നടത്തിയത്. 100-ലേറെ പലസ്തീൻ ജനത കൊല്ലപ്പെട്ടു, 200-ലധികം പേർക്ക് പരിക്കേറ്റു. അതുകൊണ്ട് ഈ വെടിനിർത്തൽ കരാർ നിലനിൽക്കുന്ന ഒരു ഘട്ടത്തിലും ഇപ്പോൾ അല്പം മുമ്പാണ് ഡ്രോൺ ആക്രമണത്തിൽ 2 ഫലസ്തീൻകാർ കൂടി ദർ അൽ ബലാഹിൽ കൊല്ലപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ നിരന്തരമായിട്ടുള്ള വെടിനിർത്തൽ ലംഘനങ്ങൾ ഇസ്രായേൽ തുടർന്നുകൊണ്ടിരിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ റഫ അതിർത്തി തുറക്കുക എന്നത് ഈ കരാറിൽ വളരെ കണിശമായി തന്നെ പറഞ്ഞ കാര്യമാണ്. പക്ഷേ ഇത്ര ദിവസങ്ങൾ പിന്നിട്ടിട്ട് പോലും റഫ അതിർത്തി തുറക്കാനോ കൂടുതൽ ട്രക്കുകൾ എത്തിക്കാനോ, അതോടൊപ്പം തന്നെ ഇപ്പോൾ ഏറ്റവും അവസാനം UN-ന്റെ റിപ്പോർട്ട് വരുന്നത് പ്രകാരം 15 ലക്ഷം ജനങ്ങളാണ് താൽക്കാലിക താമസം ആവശ്യപ്പെട്ട് കാത്തിരിക്കുന്നത്. കാരണം അവർക്കൊരു താൽക്കാലിക ടെന്റുകൾ പോലും ലഭ്യമാക്കാനോ അത് എത്തിക്കാനോ ഉള്ള ഒരു സംവിധാനമോ അതിനുള്ള അനുമതിയോ ഇനിയും ഇസ്രായേൽ നൽകിയിട്ടില്ല. അപ്പോൾ ഇസ്രായേലിന്റെ ഒരു തിട്ടൂരപ്രകാരം തന്നെയാണ് ഈ വെടിനിർത്തൽ കരാർ നിലനിൽക്കുന്ന ഘട്ടത്തിലും കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഈ 2ാം ഘട്ട വെടിനിർത്തലിലേക്ക് കടക്കണമെങ്കിൽ ഈ ഉപാധികൾ അംഗീകരിക്കണമെന്ന പരോക്ഷമായിട്ടുള്ള വളരെ വലിയൊരു മുന്നറിയിപ്പാണ് ഹമാസ് ഉൾപ്പെടെയുള്ള പലസ്തീൻ സംഘടനകൾ ഇപ്പോൾ മധ്യസ്ഥ രാജ്യങ്ങളെ അറിയിച്ചിരിക്കുന്നത്. അതിൽ ഇനി അമേരിക്കയുടെ തുടർ നീക്കങ്ങൾ ഇസ്രായേലിനെ കൊണ്ട് ആ അർത്ഥത്തിൽ ഇതിനെ പ്രേരിപ്പിക്കാൻ അമേരിക്ക തയ്യാറാകുമോ എന്നത് ഉൾപ്പെടെയുള്ള ചോദ്യങ്ങൾ ഈ ഘട്ടത്തിലും ബാക്കി നിൽക്കുകയാണ് ദിവ്യ. എന്തായാലും